കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതി അന്വേഷണം തുടരുന്നു. കക്ഷിയായ വനിതയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു യുവതിയെ ഇത്തരത്തിലൊരു കുടുംബ കോടതിയിലെ ജഡ്ജി അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരുന്നു പരാതി. അതായത് കഴിഞ്ഞ ഈ 19-ാം തീയതിയാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത്. ഈ വനിതാ കക്ഷി ഈ ജഡ്ജിയുടെ ചേംബറിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ജഡ്ജിക്കാണ് ഈ യുവതി പരാതി നൽകിയത്. തുടർന്ന് ജില്ലാ ജഡ്ജി അത് ഹൈക്കോടതിക്ക് കൈമാറുകയായിരുന്നു. ഹൈക്കോടതി ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ജഡ്ജി വി ഉദയകുമാറിനെ MACT കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. ഈ സ്ഥലം മാറ്റിയതിൽ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ബാർ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾക്കെതിരെ പരാതി ഉയർന്നിട്ടും മറ്റൊരു കോടതിയിലേക്ക് മാറ്റുന്നതല്ല നടപടിയെന്നായിരുന്നു ഈ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഉയർന്നിട്ടുള്ള ആവശ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. ചൊവ്വാഴ്ചയോടുകൂടി ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെയും ഈ ജഡ്ജിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഈ വനിതകളോട് മോശമായി പെരുമാറുക എന്നുള്ളതാണ് ഈ ഉയർന്നു വന്നിട്ടുള്ള പരാതി. ഈ പരാതി ഉയർന്നപ്പോൾ തന്നെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള അതൃപ്തിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലൊരു ആരോപണ വിധേയൻ മറ്റൊരു കോടതിയിൽ പോകുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ MACT കോടതിയിൽ ഇദ്ദേഹം ചാർജ് എടുത്ത ശേഷം സിറ്റിങ്ങിനൊന്നും എത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിനൊടുവിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതുതന്നെയാണ് ഈ ചവറ കുടുംബ കോടതിയിൽ സ്വാഭാവികമായും ഈ ജഡ്ജിയുടെ ചേംബറിലെത്തി ഈ കക്ഷി മറ്റ് കേസിൻ്റെ വിവരങ്ങളൊക്കെ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. ആ ചേംബറിലെത്തിയപ്പോൾ കക്ഷിയും ജഡ്ജിയും മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം.